നമസ്കാരം, സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഡ്വിൻ മാർഖാമിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയെക്കുറിച്ചാണ്. ദ മാൻ വിത്ത് ദ ഹോ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ ഒരു ചിത്രം, ഒരു മൺവെട്ടിയിൽ ചാരി നടുവൊടിഞ്ഞ് ഒരു ഭാവവുമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതെ, ആ ചിത്രം മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോകില്ല. ഒരിക്കലുമില്ല. ഇത് വെറുമൊരു കവിത എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ വേദനയും പ്രതിഷേധവും ഒക്കെ അതിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ കവിതയ്ക്ക് ഇപ്പോഴും ഇത്രയധികം പ്രസക്തി എന്ന് നമുക്ക് ഇന്നൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. പക്ഷെ ആ ചർച്ച തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ കവിതയ്ക്ക് ജീവൻ നൽകിയത് ഒരു ചിത്രമാണ്. മില്ലറ്റിന്റെ പെയിന്റിംഗ്. അതെ, ജീൻ ഫ്രാങ്കോയിസ് മില്ലറ്റ് വരച്ച അതേ പേരുള്ളൊരു പെയിന്റിംഗ്. ഒരു പാടത്തിന്റെ നടുവിൽ കഠിനാധ്വാനം ചെയ്ത് തളർന്ന് ആ മൺവെട്ടിയിൽ ഊന്നി നിൽക്കുന്ന ഒരു കർഷകൻ. ആ മുഖത്ത് ഒരു പ്രതീക്ഷയുമില്ല, ഒരു കണിക പോലുമില്ല. ആ ചിത്രം കണ്ടപ്പോൾ മാർഖാമിന്റെ ഉള്ളിലുണ്ടായ ആ ഒരു രോഷവും സങ്കടവുമാണ് ശരിക്കും വാക്കുകളായിട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ദൃശ്യം മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ശരിയാണ്. ആ ചിത്രം മനസ്സിൽ കാണുമ്പോൾ തന്നെ കവിതയുടെ ആദ്യത്തെ വരികൾക്കൊരു പ്രത്യേക ശക്തി വരുന്നുണ്ട്. ഒരു മനുഷ്യൻ മൺവെട്ടിയിൽ ചാരി നിൽക്കുന്നു. മുഖത്ത് നൂറ്റാണ്ടുകളുടെ ഭാരമുണ്ട്. കണ്ണുകളിൽ ഒരുതരം ശൂന്യത. ബൗഡ് ബൈ ദ വെയ്റ്റ് ഓഫ് സെഞ്ചുറീസ് ഹി ലീൻസ് എന്നല്ലേ കവി എഴുതുന്നത്? അതെ, സെഞ്ചുറീസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് അയാളുടെ മാത്രം ഭാരമല്ല, തലമുറകളുടെ ഭാരമാണ്. ലോകത്തിന്റെ മുഴുവൻ ദുരിതവും ഒറ്റയ്ക്ക് ചുമലിലേറ്റിയതുപോലെയുണ്ടാ നിൽപ്പ്. അവിടെയാണ് കവിതയുടെ ഏറ്റവും വലിയൊരു സംഘർഷം തുടങ്ങുന്നത്. കവിതയുടെ തുടക്കത്തിൽ ബൈബിളിൽ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചു. കൃത്യം. ഒന്നാലോചിച്ചതാകൂ, എന്താണ് ദൈവത്തിന്റെ രൂപം? മഹത്വം, അറിവ്, ചിന്താശേഷി, സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, സ്വപ്നം കാണാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് കവി നേരെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മനുഷ്യനെയാണ്. അതെ, എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ പോയി ആ ദൈവീകമായ രൂപം? എവിടെ പോയി ആ ചിന്താശേഷി? ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള ഒരു ഭീമാകാരമായ വ്യത്യാസം. ദൈവത്തിന്റെ രൂപത്തിലുള്ള മനുഷ്യനും പിന്നെ ഈ നടുവൊടിഞ്ഞു മൃഗത്തെപ്പോലെ നിൽക്കുന്ന കർഷകനും. ആ വ്യത്യാസമാണ് കവി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം പിന്നെ ഒരുതരം ദേഷ്യമായിട്ട് മാറുന്നുണ്ടല്ലേ? തീർച്ചയായും. കവി വളരെ ശക്തമായ ഭാഷയിൽ ചിലരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആരാണ് ഈ മനുഷ്യനെ ഇങ്ങനെയാക്കിയത്? ഹൂസ് ബ്രെത്ത് ബ്ലൂ ഔട്ട് ദ ലൈറ്റ് വിതിൻ ദിസ് ബ്രെയിൻ? ആ ഒരു പ്രയോഗം. ആരാണിവന്റെ തലച്ചോറിലെ വെളിച്ചം ഊതിക്കെടുത്തിയത്? എനിക്ക് ശരിക്കും ഒരു ഞെട്ടലുണ്ടാക്കിയൊരു പ്രയോഗമുണ്ട്. എ ബ്രദർ ടു ദി ഓക്സ്. കാളയുടെ സഹോദരൻ. ഉപമിപ്പിക്കുകയാണ്. ചിന്തയോ വികാരങ്ങളോ ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിലമുഴുന്ന ഒരു കാള. അതേ അവസ്ഥയിലാണ് ഈ മനുഷ്യനും. അവനൊരു വ്യക്തിയല്ല, ഒരു ഉപകരണം മാത്രമായി മാറി. ശരിയാണ്. ആ പ്രയോഗം വെറുമൊരു അലങ്കാരമല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. കാരണം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഈ കവിത വരുന്നത്. വ്യാവസായിക വിപ്ലവം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്നൊരു സമയം. തൊഴിലാളികളെ മനുഷ്യരായി കാണാത്ത ഒരു കാലം. അതെ, ഉൽപ്പാദനത്തിനുള്ള ഉപകരണങ്ങൾ. അത്രമാത്രം. കവി വളരെ വ്യക്തമായി കുറ്റവാളികളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ്, ലോർഡ്സ് ആൻഡ് റൂളേഴ്സ് ഇൻ ഓൾ ലാൻഡ്സ്. എല്ലാ യജമാനന്മാരും പ്രഭുക്കന്മാരും ഭരണാധികാരികളും. അതെ, അവരുടെ അടങ്ങാത്ത ലാഭക്കൊതി, അവരുടെ ചൂഷണം, അതാണ് ഈ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം തന്നെ തുടച്ചു നീക്കിയതെന്നാണ് കവി പറയുന്നത്. അപ്പോ ഈ കാണുന്ന കർഷകൻ ഒരു വ്യക്തി മാത്രമല്ല, അതിലും വലുതെന്തോ ആണ്, അല്ലേ? തീർച്ചയായും. ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ ഒരു പ്രതീകമാണവൻ. അതെ, പാടത്ത് പണിയെടുക്കുന്ന കർഷകനും ഫാക്ടറിയിൽ പുക ശ്വസിക്കുന്ന തൊഴിലാളിയും ഖനിയിൽ വെളിച്ചം കാണാതെ ജോലി ചെയ്യുന്നവനും. അവരെല്ലാം ഈ ഒറ്റ രൂപത്തിലേക്ക് ഒതുങ്ങുകയാണ്. അതുകൊണ്ടാണ് കവി അവനെ ദ മോഡേൺ മാൻ എന്നുപോലും വിശേഷിപ്പിക്കുന്നത്. ശരിയാണ്. ഇവിടെ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള യുദ്ധം തന്നെയാണ് കവി വരച്ചു കാട്ടുന്നത്. ഒന്ന്, അധികാരവും സമ്പത്തുമുള്ള ഭരണവർഗം. മറ്റേത്, അവരാൽ ചവിട്ടി മെതിക്കപ്പെട്ട നിശബ്ദരായ തൊഴിലാളി വർഗം. ഈ മൺവെട്ടിയേന്തിയ മനുഷ്യൻ ആ നിശബ്ദരായ കോടിക്കണക്കിന് മനുഷ്യരുടെ മുഖമാണ്. അവരുടെ വേദനയാണ് നമ്മൾ ഈ കവിതയിലൂടെ കേൾക്കുന്നത്. ആ നഷ്ടങ്ങളെക്കുറിച്ച് കവി വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഉണ്ട്. പ്ലേറ്റോയെക്കുറിച്ചും പിന്നെ പ്ലിയാഡിസ് എന്ന നക്ഷത്ര സമൂഹത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അത് വെറുതെയല്ല. അല്ല. പ്ലേറ്റോ എന്നത് ഉയർന്ന ചിന്തയുടെയും തത്വചിന്തയുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. പ്ലിയാഡിസ് ആകട്ടെ പ്രകൃതിയുടെ സൗന്ദര്യവും പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളും. ഒന്ന് ആലോചിച്ചു നോക്കൂ.
നമുക്കൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല സിനിമ കാണുന്നത്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ രാത്രിയിൽ വെറുതെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ എണ്ണുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അതെ, അതെല്ലാം ഇവന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ജീവിതമെന്ന് പറയുന്നത് വെറും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഓട്ടം മാത്രമായി ചുരുങ്ങിപ്പോയി. അതെ, അവിടെയാണ് ആ വരിയുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടൈംസ് ട്രാജഡി ഈസ് ഇൻ ദാറ്റ് ഏക്കിംഗ് സ്റ്റൂപ്പ്. അവന്റെ വേദനിക്കുന്ന ആ കൂനിലാണ് കാലത്തിന്റെ ദുരന്തം. ആ കൂനി പിടിച്ച ശരീരം അവന്റെ മാത്രം വേദനയല്ല, അത് നൂറ്റാണ്ടുകളായി തുടരുന്ന അനീതിയുടെയും ചൂഷണത്തിന്റെയും ഭാരം പേറി തളർന്ന മനുഷ്യരാശിയുടെ ഒരു അടയാളമാണ്. ചരിത്രത്തിൽ പാഴായിപ്പോയ കോടിക്കണക്കിന് മനുഷ്യരുടെ കഴിവിന്റെയും സ്വപ്നങ്ങളുടെയും ഒരു സ്മാരകമായി അവന്റെ ശരീരം മാറുകയാണ്. അതുകൊണ്ടാണ് അതിനെ കാലത്തിന്റെ ദുരന്തമെന്ന് കവി വിശേഷിപ്പിക്കുന്നത്. അതൊരു വ്യക്തിപരമായ ദുരന്തമല്ല, അതൊരു ചരിത്രപരമായ ദുരന്തമാണ്. കൃത്യം. അപ്പോ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ നിസ്സഹായനായ തകർന്ന മനുഷ്യൻ പതിയെ പതിയെ ഒരു വലിയ പ്രതീകമായി മാറുകയാണ്. കവിതയിൽ പറയുന്നുണ്ട്, അവൻ ഒരേ സമയം ഒരു പ്രതിഷേധവും ഒരു പ്രവചനവുമാണെന്ന്. എനിക്കത് വളരെ രസകരമായി തോന്നി. എങ്ങനെയാണ് നിശബ്ദനായ ഒരാൾ ഒരു പ്രതിഷേധമാകുന്നത്? അവന്റെ ആ നിശബ്ദത തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധം. അവനൊന്നും സംസാരിക്കുന്നില്ല, പക്ഷെ അവന്റെ ആ നിൽപ്പ്, ആ നോട്ടം, ആ കൂനു പിടിച്ച ശരീരം, അതെല്ലാം ഭരണവർഗത്തിന്റെ മുഖത്ത് നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതാണോ നിങ്ങൾ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ചെയ്തത് എന്നൊരു ചോദ്യം. അതെ, ആ ഒരു നിശബ്ദമായ ചോദ്യം. വഞ്ചിക്കപ്പെട്ട, കൊള്ളയടിക്കപ്പെട്ട ഒരു ജനതയുടെ മുഴുവൻ പ്രതിഷേധവും ആ ഒറ്റ ശരീരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ശരിയാണ്. പക്ഷെ പ്രവചനമെന്ന് പറയുമ്പോൾ അവിടെ കവിതയുടെ സ്വരത്തിൽ ഒരു മാറ്റം വരുന്നില്ലേ? വരുന്നുണ്ട്. അതുവരെ ഒരു വിലാപം പോലെ പോയിരുന്ന കവിത പെട്ടെന്നൊരു മുന്നറിയിപ്പിന്റെ രൂപത്തിലേക്ക് മാറുന്നതുപോലെ എനിക്ക് തോന്നി. കൃത്യമായി പറഞ്ഞു. കവിതയുടെ അവസാന ഭാഗം ഭരണാധികാരികൾക്കുള്ളൊരു ഭീഷണിയാണ്, ഒരു മുന്നറിയിപ്പാണ്. കവി അവരോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്, ഓ മാസ്റ്റേഴ്സ്, ലോർഡ്സ് ആൻഡ് റൂളേഴ്സ് ഇൻ ഓൾ ലാൻഡ്സ്, ഹൗ വിൽ ദ ഫ്യൂച്ചർ റെക്കൺ വിത്ത് ദിസ് മാൻ? ഈ മനുഷ്യനുമായി ഭാവി എങ്ങനെ കണക്ക് തീർക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതെ, ഇപ്പൊ നിശബ്ദനായിരിക്കുന്ന അവൻ ഒരുനാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അവന്റെ അടക്കിവച്ച രോഷം വിമത കൊടുങ്കാറ്റുകളായി, വേൾവിൻസ് ഓഫ് റിബില്യൻ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളുടെ സാമ്രാജ്യങ്ങൾക്കും കൊടിമരങ്ങൾക്കും എന്ത് സംഭവിക്കും? അപ്പോ അതുവരെ ഇരയായിരുന്നവൻ ഒരു വിപ്ലവശക്തിയായി മാറുന്നൊരു കാഴ്ചയാണവിടെ. ആ മാറ്റമാണ് ഈ കവിതയെ ഇത്ര അപകടകരവും അതേസമയം ശക്തവുമാക്കുന്നത്. അവന്റെ ആ നിൽപ്പിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ സംസാരിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും ആ മൺവെട്ടിയുണ്ട്. അതിനും ഇതിൽ വലിയൊരു പങ്കില്ലേ? തീർച്ചയായും. അതൊരു സാധാരണ ഉപകരണം മാത്രമായി എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലുമല്ല. ആ മൺവെട്ടി ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. അതിന് പല അർത്ഥതലങ്ങളുണ്ട്. ഓക്കെ. ഒന്നാമതായി, അത് അവസാനമില്ലാത്ത, നടുവൊടിക്കുന്ന കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ആ മൺവെട്ടിയുടെ ഭാരമാണ് ശരിക്കും അവന്റെ നടുവ് വളച്ചത്, അവന്റെ കണ്ണുകളെ നിലത്തേക്ക് തളച്ചിട്ടത്. അതേസമയം അതിജീവനത്തിന് അവനാ ഉപകരണം വേണം താനും. അതൊരു വിരോധാഭാസമല്ലേ? അതെ. അവനെ കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഒരേ സാധനം തന്നെ. അതാണ് അതിലെ രണ്ടാമത്തെ പോയിന്റ്. അതൊരു അടിമത്വത്തിന്റെ ഉപകരണമാണ്. യജമാനന്മാർ നൽകിയ ഉപകരണം. അതെ, അതുപയോഗിച്ച് അവൻ ഭൂമിയിൽ നിന്ന് വിളവുണ്ടാക്കുന്നു. പക്ഷെ ആ വിളവിന്റെ ഫലം അനുഭവിക്കുന്നത് അവനല്ല, യജമാനന്മാരാണ്. അപ്പോൾ ആ ഉപകരണം അവന്റെ കൈകളിലാണെങ്കിലും അതിന്റെ യഥാർത്ഥ നിയന്ത്രണം അവനല്ല. അവൻ ആ വ്യവസ്ഥിതിയുടെ ഒരു കണ്ണി മാത്രം. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഒരു മൺവെട്ടി ഉപയോഗിക്കുന്ന ഒരാളുടെ നോട്ടം എപ്പോഴും എങ്ങോട്ടായിരിക്കും? താഴേക്ക്, മണ്ണിലേക്ക്. ശരിയാണ്. ആകാശത്തേക്കോ നക്ഷത്രങ്ങളിലേക്കോ ദൂരെയുള്ള മലനിരകളിലേക്കോ നോക്കാൻ അവന് സമയം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. അപ്പോൾ ആ മൺവെട്ടി അവന്റെ ശാരീരികമായ ചലനങ്ങളെ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, അവന്റെ ചിന്തകളെയും സ്വപ്നങ്ങളെയും കൂടി നിലത്തു തളച്ചിടുകയാണ്. ഉയർന്ന ചിന്തകളിലേക്കോ നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിലേക്കോ നോക്കാൻ അവനെ അനുവദിക്കാത്ത ഒരു വ്യവസ്ഥയുടെ ഭാരമായി ആ ഉപകരണം മാറുന്നു. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ്, അതായത് മനുഷ്യന്റെ ദയനീയമായ അവസ്ഥ, അതിന് കാരണക്കാരായ ഭരണവർഗം, ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, പിന്നെ ഈ അടിമത്തത്തിന്റെ ചിഹ്നമായ മൺവട്ടി, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഈ കവിത ഒരു സാർവത്രികമായ പ്രസ്താവനയായി മാറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കവി ആ മനുഷ്യനൊരു പേരോ നാടോ കുടുംബമോ ഒന്നും നൽകുന്നില്ല. ഇല്ല, കവിതയിൽ അവനെ തിങ്ങെന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, ഒരു വസ്തു. അതെ, ഒരു ഷെയ്പ്പ്. കാരണം
അവനൊരു വ്യക്തിയല്ല, ഒരു പ്രതിനിധിയാണ്. ഏത് രാജ്യത്തെയും ഏത് കാലഘട്ടത്തിലെയും ചൂഷിതനായ തൊഴിലാളിക്ക് അവന്റെ സ്ഥാനത്ത് സ്വയം കാണാൻ കഴിയും. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് മില്ലറ്റിന്റെ ഒരു പെയിന്റിങ്ങിലെ നിശ്ചലമായ ഒരു രൂപത്തിൽ നിന്ന് തുടങ്ങി ഒരു വ്യവസ്ഥിതിയുടെ മുഴുവൻ ക്രൂരതയെയും ചോദ്യം ചെയ്യുന്ന, മനുഷ്യന്റെ നഷ്ടപ്പെട്ട മഹത്വത്തെക്കുറിച്ച് വിലപിക്കുന്ന, അവസാനം ഒരു വിപ്ലവത്തിന് ആഹ്വാനം നൽകുന്ന ഒരു ശക്തമായ കവിതയാണ്. ഒരു ചിത്രത്തിന് ഇത്രയധികം തീവ്രമായ വാക്കുകൾക്ക് ജന്മം നൽകാൻ കഴിയുമെന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതെ. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. പറയൂ. ഈ കവിത എഴുതിയത് 1899-ലാണ്. ഒരു നൂറ്റാണ്ടിലേറെ മുൻപ്. അന്നത്തെ വ്യാവസായിക ലോകത്തിലെ ആധുനിക മനുഷ്യനെയാണ് മാർഖാം വരച്ചുകാട്ടിയത്. എനിക്ക് കൗതുകം തോന്നുന്ന ഒരു കാര്യമുണ്ട്. മാർഖാം ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ ഇതേ കവിത എഴുതുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കയ്യിൽ മൺവെട്ടിക്ക് പകരം എന്തുപകരണമായിരിക്കും ഉണ്ടാവുക? അതൊരു കീബോർഡാവുമോ? അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ അസംബ്ലി ലൈനിലൊരു സ്വിച്ചോ? ഒരു ഫുഡ് ഡെലിവറി ആപ്പിലെ സ്മാർട്ട് ഫോണോ? നല്ല ചോദ്യമാണ്. ഇന്നത്തെ ലോകത്തിലെ യജമാനന്മാരും പ്രഭുക്കന്മാരും ഭരണാധികാരികളും ആരായിരിക്കും? ആ ചോദ്യം നിങ്ങൾ കൈവിടുന്നു.